ഉപ്പുതറ മേച്ചേരിക്കടയിൽ രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന സാമൂഹ്യവിരുദ്ധ ശല്യത്തിന് പരിഹാരം കാണുവാൻ ഉപ്പുതറ പഞ്ചായത്തും ഉപ്പുതറ പോലീസും നടപടി സ്വീകരിച്ചു തുടങ്ങി. ഉപ്പുതറ മേച്ചേരിക്കടയിലെ ബസ് സ്റ്റാൻഡിൽ പാർക്കിംഗ് നിരോധിച്ചു. ഇവിടെ വാഹനങ്ങൾ അനധികൃതമായി നിർത്തിയിട്ടാൽ പോലീസ് നിയമ നടപടി സ്വീകരിക്കുകയും പിഴ ചുമത്തുകയും ചെയ്യാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മേച്ചേരിക്കടയിൽ അർദ്ധരാത്രിയിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് പ്രദേശവാസികൾ നൽകിയ പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷത്തിൽ ഒരു ആംബുലൻസ് ഉടമയുടെ തലയ്ക്ക് മാരകമായി പരിക്കേറ്റു. ആംബുലൻസും ഒരു കാറും ആക്രമികൾ തകർത്തിരുന്നു. യുവാവിന്റെ തലയടിച്ച് പൊട്ടിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പോലീസും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് നടപടിക്കൊരുങ്ങുന്നത്. നാട്ടുകാർ പഞ്ചായത്തിലും കളക്ടർക്കും പോലീസിനും പരാതിയും നൽകിയിരുന്നു. മേച്ചേരിക്കരയിലെ സാമൂഹ്യവിരുദ്ധ ശല്യം പ്രാധാന്യത്തോടെ ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പോലീസും പഞ്ചായത്തും ചേർന്ന് നടപടി സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഉപ്പുതറ മേച്ചേരിക്കടയിലെ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ സാമൂഹ്യവിരുദ്ധ ശല്യം ഉണ്ടാവുന്നത്. പ്രവർത്തനരഹിതമായ ബസ് സ്റ്റാൻഡിൽ അനധികൃത പാർക്കിംഗ് ആണ് സാമൂഹ്യവിരുദ്ധ ശല്യം വർദ്ധിക്കാൻ ഇടയാക്കുന്നത്. ഇവിടെ വാഹനം നിർത്തിയിട്ട് മദ്യപിച്ച ശേഷമാണ് സംഘർഷം ഉടലെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷം കാരണം പ്രദേശവാസികളുടെ ഉറക്കം നഷ്ടമായിരുന്നു. പ്രശ്നം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുകയും ബസ് സ്റ്റാൻഡിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് നിരോധിക്കാനും തീരുമാനിച്ചു. ബസ് സ്റ്റാൻഡിൽ സാമൂഹ്യ വിരുദ്ധർ ഇപ്പൊ കുറെ നാളുകളായി ഒരു അഴിഞ്ഞാടുന്ന ഒരു രീതി നമ്മൾ കണ്ടു. അതിന്റെ പരാതികളും ഒക്കെ പഞ്ചായത്തിൽ വരികയും നമ്മൾ സ്റ്റേഷനിൽ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്നുള്ള നടപടി എന്ന രീതിയിൽ അവിടെ ഒരു വാഹനങ്ങളും പ്രൈവറ്റായ ഒരു വാഹനങ്ങളും അവിടെ പാർക്ക് ചെയ്യാതിരിക്കുന്നതിന് നമ്മളവിടെ നോ പാർക്കിംഗ് എന്ന ബോർഡ് ഉടൻ തന്നെ സ്ഥാപിക്കുകയും സ്റ്റേഷനിൽ അവർ അറിയിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ആ വണ്ടി ഏത് വണ്ടിയാണോ അവിടെ പാർക്ക് ചെയ്യുന്നത് അവർക്കതിന് ഉള്ള മേൽനടപടികളും പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്വീകരിക്കുന്നതിന് സാധിക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്കിപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഇപ്പോൾ കാണാൻ സാധിക്കുകയുള്ളൂ. കമ്മിറ്റിക്കകത്ത് ഇത് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. നമുക്ക് അത് അടിയന്തരമായി അത് ഇപ്പോൾ അതിന് ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. അത് നിർമ്മിച്ച് നല്ല ഒരു പുനരുദ്ധാരണം ചെയ്ത് നല്ല രീതിയിൽ ആ ബസ് സ്റ്റാൻഡ് കൊണ്ടുപോകുന്നതിനുള്ള ഇടപെടൽ ഈ പദ്ധതിയിൽ തന്നെ ഞങ്ങൾ നടത്തുന്നതായിരിക്കും. അടുത്ത ദിവസം നോ പാർക്കിംഗ് ബോർഡുകൾ പഞ്ചായത്ത് സ്ഥാപിക്കും. തുടർന്നും വാഹനം പാർക്ക് ചെയ്താൽ പോലീസ് നിയമ നടപടി സ്വീകരിക്കും. പാർക്ക് ചെയ്യുന്നതിന്റെ ഫോട്ടോ കിട്ടിയാൽ ഉടൻ പിഴ ഈടാക്കുകയും മറ്റു നിയമ നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഈ വർഷം തന്നെ ബസ് സ്റ്റാൻഡ് നവീകരിക്കാനും പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തു. അതിന് ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് നവീകരണം പൂർത്തിയാകും വരെ നിയന്ത്രണം തുടരും. ബസ് സ്റ്റാൻഡ് നവീകരണം പൂർത്തിയായാൽ ഉടൻ ബസ് സ്റ്റാൻഡ് പ്രവർത്തിപ്പിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ഇത് ടൗണിലെ ഗതാഗത കുരുക്കിനും പരിഹാരമാകും. ഇടുക്കി വിഷൻ ന്യൂസ്